ഹായ് എവരിവൺ, HSST പരീക്ഷയുടെ ഫിസിക്സ് എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി മെയ് 23 മുതലാണ് എന്ന് കുട്ടികൾക്ക് മെസ്സേജായിട്ടും ഇമെയിലായിട്ടും അപ്ഡേറ്റുകൾ വന്നു തുടങ്ങി. നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇനി ഈ പരീക്ഷയുടെ തീയതി എന്നാകും എന്നുള്ളതാണ് അടുത്ത സംശയം. PSCയുടെ വെബ്സൈറ്റ് മെയ് 21 ഇന്നത്തെ തീയതി പരിശോധിക്കുമ്പോൾ ഇതുവരെ ജൂലൈ വരെയുള്ള പരീക്ഷകളുടെ കലണ്ടർ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന 1-2 ആഴ്ചയ്ക്കുള്ളിൽ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് മാസത്തിലെ പരീക്ഷാ കലണ്ടർ വരുമ്പോൾ മിക്കവാറും ഒരു ഭൂരിഭാഗം സാധ്യതയും ഓഗസ്റ്റിൽ തന്നെ എക്സാം നടക്കാനാണ്. കാരണം കൺഫർമേഷൻ കൊടുത്താൽ യൂഷ്വലി 2-3 മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കും. മെയ് പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലേക്ക് എക്സാം വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, ഇനി അപ്ഡേറ്റഡ് സിലബസ് എങ്ങനെ ലഭിക്കുമെന്നും എങ്ങനെ നന്നായി പഠിച്ചു തുടങ്ങാമെന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾക്കൊരു പെയ്ഡ് പ്രോഗ്രാം ആണ് നോക്കുന്നതെങ്കിൽ iPlusന്റെ 200-ലധികം കുട്ടികൾ ഓൾറെഡി പഠിക്കുന്ന ബാച്ചിൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയലുകളും അതോടൊപ്പം വീഡിയോ ക്ലാസ്സുകളും ഫാക്കൽറ്റിയോട് ഡൗട്ട് ചോദിക്കാനുള്ള പ്രൊവിഷനും ഇതിനൊക്കെ പുറമെ CSIR നെറ്റിൻ്റെയും ഗേറ്റിൻ്റെയും അടക്കം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ പ്രാക്ടീസും നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ ലഭിക്കുന്നതാണ്. ഇനി അങ്ങനെയല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ ഓഗസ്റ്റ് 1 വരെ 71 ദിവസങ്ങളാണുള്ളത്. നമ്മുടെ പരീക്ഷയുടെ വെയിറ്റേജ് നിങ്ങൾക്കറിയാം. 100 മാർക്കിൽ 70 മാർക്ക് സബ്ജക്റ്റ് ഏരിയയും അതോടൊപ്പം 30 മാർക്ക് ജനറൽ ആയിട്ടുള്ള ഏരിയയുമാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെയും കേരളത്തിലെയും റിനേസൻസിനെ പറ്റിയും GKയും അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗമാണ് 30 മാർക്കിൻ്റെ. ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് ഇതിൽ ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റാണ്. ഞാൻ സബ്ജക്റ്റ് ഏരിയ പഠിച്ചു, എനിക്ക് അത് മതി എന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. കാര്യം 1-2 മാർക്കിനായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് 10-20 പൊസിഷൻ ചിലപ്പോൾ അതിലധികം താഴേക്ക് പോകുന്നത്. വളരെ നിയമന സാധ്യതയിൽ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് നിയമനം ലഭിക്കണമെങ്കിൽ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാതെ അറിയാം. അപ്പോൾ ഈ 70-ൽ 1 മാർക്കാണെങ്കിലും 30-ൽ 1 മാർക്കാണെങ്കിലും രണ്ടിനും ഒരേ വെയിറ്റേജ് ആണ്. ഒരേപോലെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ഈ സ്കോർ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം ഓർക്കുക. മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന ഫേസിനായിട്ട് നിങ്ങൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ മാറ്റി വെച്ചാൽ പോലും വിരോധമില്ല. ഇനിയും ഈ മെറ്റീരിയലുകൾ പാർട്ട് 1-ൻ്റെയും പാർട്ട് 2-ൻ്റെയും കളക്ട് ചെയ്തു. നമ്മളൊരു 10 ദിവസം കൊണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ട പരിപാടിയാണ് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുക എന്നുള്ളത്. ഈ ഷെഡ്യൂളും പ്ലാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മളൊരു വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന മരക്കഷ്ണം പോലെ ഇരിക്കും പ്ലാനിങ് ഇല്ലാതെ പഠിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പലരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കേൾക്കും, പരീക്ഷാ തീയതിയെ പറ്റിയുള്ള റൂമറുകൾ കേൾക്കും. ദയവ് ചെയ്ത് 1-2 ദിവസത്തെ ചിന്തയ്ക്ക് ശേഷം നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രീവിയസ് ടോപ്പേഴ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. നമ്മൾ ഒരു 100,000 മെറ്റീരിയലിന് പിന്നാലെ പായുന്നതിനേക്കാൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നമ്മൾ കണ്ടെത്തി ക്വാളിറ്റി ഉണ്ടെന്ന് തീരുമാനിച്ച മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയും അത് ആവർത്തിച്ച് പഠിക്കുകയും അവിടെ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ മിസ്സാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതാണ് ഒന്നാമതായിട്ടുള്ള പോയിന്റ്. കാര്യം പരീക്ഷാ ഹാളിൽ നിങ്ങൾ പഠിക്കാത്തൊരു ചോദ്യം കാണുന്നതിൻ്റെ 100 ഇരട്ടി റിഗ്രറ്റ് നിങ്ങൾക്കുണ്ടാവും. അറിയുന്ന ഒരു ചോദ്യം, നമ്മൾ പഠിച്ചു വെച്ചൊരു ചോദ്യം റിവിഷന്റെ അഭാവം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി വേഗമായതുകൊണ്ട് തെറ്റിപ്പോവുകയോ ഉത്തരം എഴുതാൻ പറ്റാതെയോ വന്നാൽ. അതുകൊണ്ട് പഠിക്കുന്നത് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അനുസരിച്ചുള്ള പഠന മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയും അത് ആവർത്തിച്ച് പഠിച്ചുറപ്പിക്കുകയും ചെയ്യാനുള്ള സമയമേ ഇനിയുള്ളൂ. നമ്മളങ്ങനെ ഈ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരു 60 ഡേയ്സ് ബാക്കി മുന്നിലുണ്ട് എന്നുള്ള കണക്കിന് പോവുകയാണെങ്കിൽ ഇതിനെ വെയിറ്റേജ് അനുസരിച്ച് 7:3 ആയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിൽ റഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 4-1 സമയം ഞാൻ അലോട്ട് ചെയ്താൽ 15 ദിവസം നമുക്ക് പേപ്പർ 2-ന് അല്ലെങ്കിൽ ജനറൽ ഏരിയ പഠിക്കാനായിട്ട് മാറ്റിവെക്കാം. ബാക്കി 45 ദിവസം മെയിൻ പേപ്പറിനായിട്ടും നിങ്ങൾ മാറ്റിവെച്ചോളൂ. കാര്യം 7:3 എന്നുള്ള അംശബന്ധം ഞാൻ വിട്ടു. ആ റേഷ്യോ അല്ല നമ്മൾ നോക്കുന്നതെങ്കിൽ പോലും ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് 3:1 3 ദിവസം നമ്മൾ പേപ്പർ 1-ന് അതായത് നിങ്ങളുടെ ഫിസിക്സിന് കൊടുക്കുകയാണെങ്കിൽ 1 ദിവസം ജനറൽ ഏരിയ പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. അതോടൊപ്പം തന്നെ ഇത് മിക്സഡ് ആയിട്ട് കൊണ്ടുപോകുന്നതും ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം ഫിസിക്സ് മാത്രം കുറേ സമയം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജനറൽ ഏരിയ കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന മടുപ്പ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ ആ വിരസതയൊന്ന് മാറ്റാനും സാധിക്കും എന്നുള്ളതാണ്
ഭൂരിഭാഗം കുട്ടികളെയും ജെന്യുവനായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ ഉള്ള ഫീഡ്ബാക്ക് ആയിട്ട് ലഭിക്കുന്നത്. അതുപോലെ ഇല്ലായ്മകളെ പറ്റി മൂന്നാമത്തെ പോയിന്റ്, ഇനിയുള്ള പരിമിതികളെ പറ്റി പറഞ്ഞ് പരിതപിക്കുന്നവരാവാതെ ഇനിയുള്ള സാധ്യതകളെ മുന്നിൽ കണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ വിഷമിക്കുന്നത് കൊണ്ടോ കഴിഞ്ഞു പോയ കാലത്തെ പറ്റി പരാതി പറയുന്നത് കൊണ്ടോ ഒരു മിനിറ്റ് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ആഡായി കിട്ടാനോ ഒരു പേജ് പോലും അധികം പഠിക്കാനോ നിങ്ങൾക്ക് സാധിക്കുമോ? സ്വയം ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥനയോ ഒരു ചിന്തയോ ഉണ്ട്. എൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളെ തിരുത്താനുള്ള ശക്തിയും അതുപോലെ എനിക്ക് മാറ്റാനാവാത്ത കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനക്കരുത്തും നൽകണേ എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് ഇനിയും പരീക്ഷയുടെ തീയതി മാറ്റാനോ ഇതുവരെ കഴിഞ്ഞ ദിവസം മാറ്റാനോ നമുക്ക് പറ്റില്ല. അത് അംഗീകരിക്കുക. ഇനി നമ്മുടെ കയ്യിലുള്ളത് എന്താ? ഇനി മുന്നോട്ടുള്ള ഈ 71 ദിവസം, നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് ഇത് തൊട്ട് മുന്നോട്ടുള്ള ദിവസം, അന്ന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള കാര്യം. അതുകൊണ്ട് പോസിബിൾ ആണ് എന്നുള്ളതാണ് അടുത്ത കാര്യം. നിങ്ങൾ ഇതുവരെ ഒന്നും പഠിക്കാത്ത ഒരാളല്ല, മാസ്റ്റേഴ്സ് വരെ എന്തായാലും പഠിച്ചവരാണ്. നിങ്ങളുടെ പൂർവ്വകാലത്തെ വിജയങ്ങളൊക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമെങ്കിൽ ഒന്ന് എടുത്തു നോക്കുക. ഇത്രയും പരീക്ഷകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. LKG UKG ഒക്കെ കളഞ്ഞാൽ പോലും 1ാം ക്ലാസ് തൊട്ട് PG വരെ എത്രയോ പരീക്ഷകൾ എഴുതി പാസ്സായി, അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇല്ല എന്ന് വിശ്വസിക്കുന്നത് നമ്മൾ മാത്രമാണ്. ആത്മവിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PSC പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ പ്രത്യേകിച്ചും ആ ആത്മവിശ്വാസം ഒരിക്കലും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ തയ്യാറെടുപ്പുകളാണ് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ ഈ പ്ലാൻ അനുസരിച്ച് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുക. അതിന് മുൻപായിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്യുക, നമ്മുടെ പ്ലാനിൽ ഉറച്ചു നിൽക്കുക, പഠിക്കാനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നത് നിങ്ങളുടെ പാസ്റ്റ് വിജയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തനിയെ ഫീൽ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം ഷോർട്ട് നോട്ട് എഴുത്തും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും പറയാതെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ റിവിഷൻ നടത്തി പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു പോയി മികച്ചൊരു വിജയം നേടാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.